നമ്മുടെ പല വീടുകളിലും സ്ത്രീകളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നത് ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനമാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ മർദ്ദനം, സംശയത്തിൻ്റെ പേരിലുള്ള മാനസിക പീഡനം, ഇത് പിന്നീട് കൊലപാതകത്തിന് വരെയും കലാശിക്കും. പാലക്കാട് കരിമ്പയിൽ ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തിയ വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. സംശയത്തിൻ്റെ പേരിലാണ് സജിത എന്ന യുവതിയെ ഭർത്താവ് നിഖിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുരുന്നുകളായ 2 മക്കളുടെ മുന്നിലിട്ടായിരുന്നു അച്ഛൻ്റെ ക്രൂരത. അമ്മയും മരിച്ചു, അച്ഛനും ജയിലിൽ. അനാഥരായ ആ കുഞ്ഞുങ്ങൾ നാടിൻ്റെ നൊമ്പരമാണ്. ആ അരുൺ കൊലയുടെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ആവോളം വേണം. കാരണം വല്ലാത്തൊരു മാനസിക പിരിമുറുക്കവും വേദനയും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. എന്നാൽ ഗർഭാവസ്ഥയിൽ പോലും ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനവും മാനസിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവതിയുണ്ട് പാലക്കാട് കരിമ്പയിൽ. കടുത്ത മദ്യപാനിയായ ഭർത്താവ് നിഖിൽ 2 മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ പോലും തിരക്കാറില്ല. രാത്രി മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംശയത്തിൻ്റെ പേരിൽ നിഖിലും ഗർഭിണിയായ സജിതയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അത് അരുൺ കൊലയിലാണ് കലാശിച്ചത്. സംഭവത്തിന് ശേഷം മക്കളുമായി നാടുവിട്ട പ്രതിയെ സേലത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെയാണ് സജിതയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ നാട്ടുകാർ കണ്ടത്. ഭർത്താവ് നിഖിലിനെയും 2 മക്കളെയും കാണാനില്ലായിരുന്നു. ശനിയാഴ്ച രാത്രി കരിമ്പയിലുള്ള വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറയുന്നു. 7 മാസം ഗർഭിണിയായ സജിതയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിഖിൽ 2 കുട്ടികളെയും കൊണ്ട് സേലത്തേക്ക് ഒളിച്ചു കടക്കുകയായിരുന്നു. തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ പ്രതിയെ കല്ലടിക്കോട് പോലീസിന് കൈമാറി. ഞായറാഴ്ച രാത്രിയോടെ നിഖിലിനെ പാലക്കാട്ടെത്തിച്ചു. പ്രതിയെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മദ്യലഹരിയിലാണ് സജിതയെ കൊലപ്പെടുത്തിയതെന്നാണ് നിഖിൽ പോലീസിന് നൽകിയ മൊഴി. മദ്യപിച്ചെത്തുന്ന നിഖിൽ സ്ഥിരമായി സജിതയെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. നിഖിൽ ഭാര്യയെയും കുട്ടികളെയും ശ്രദ്ധിക്കാതെ മദ്യപിച്ച് നടക്കുകയായിരുന്നു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു സജിത. ഗർഭിണിയായതിനെ തുടർന്ന് ജോലി ഒഴിവാക്കുകയായിരുന്നു. കടുത്ത സംശയരോഗമാണ് നിഖിലിനെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. ഒരു പോലീസുകാരനാവുക എന്നത് മുൻപ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വപ്നമായിരുന്നു. കാരണം കരുത്തിൻ്റെ പ്രതീകമായിരുന്നു ആ കാക്കി കുപ്പായം. ഇന്നു പക്ഷേ കാക്കിയിട്ടവൻ്റെ അവസ്ഥ അവരോട് തന്നെ ചോദിക്കണം. ജോലിസ്ഥലത്തെ സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, കുടുംബ തകർച്ച, അങ്ങനെ പറയാൻ പലതുണ്ട്. ഒടുവിൽ സമ്മർദ്ദമോ പ്രശ്നങ്ങളോ സഹിക്കാനാവാതെ ആത്മഹത്യ. ഈ പകലും കേട്ടു ഒരു പോലീസുകാരൻ ജീവനൊടുക്കിയ വാർത്ത. തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിലെ മദനകുമാറാണ് മരിച്ചത്. പൂന്തുറ പോലീസ് ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിച്ചിരുന്ന മദനകുമാർ തൂങ്ങി മരിക്കുകയായിരുന്നു. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് 6ാമത്തെ പോലീസുകാരനാണ് ആത്മഹത്യ ചെയ്തത്. നെയ്യാറ്റിൻകര അമരവിള സ്വദേശിയാണ് മദനകുമാർ. കടുത്ത മദ്യപാനശീലമുണ്ടായിരുന്നു. തുടർച്ചയായി ജോലിക്ക് ഹാജരാകുമായിരുന്നില്ല. അവധി അപേക്ഷ നൽകാതെയായിരുന്നു ഇങ്ങനെ ജോലിക്കെത്താതിരുന്നത്. ഹാജരാകാത്തതിനെ തുടർന്ന് 2 തവണ നോട്ടീസ് അയച്ചെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ല. തുടർന്ന് പോലീസുകാരൻ ഒളിച്ചോടിയതായി ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. മദ്യപാനശീലത്തെ തുടർന്ന് ദാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 36 വയസ്സായിരുന്നു മദനകുമാറിന്. പൂന്തുറയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഈ മരണവുമായി ബന്ധമില്ലെങ്കിലും പോലീസിലെ ജോലിഭാരം സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച 5 പോലീസുകാർ ആത്മഹത്യ ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരു മാസം ഓൺലൈൻ വഴി 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. മുൻപൊക്കെ സാധാരണക്കാരും വീട്ടമ്മമാരുമൊക്കെയാണ് ഇതിൻ്റെ ഇരകളായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ, IT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഭ്യസ്തവിദ്യരും കെണിയിൽ വീഴുന്നുണ്ട്. ആലപ്പുഴയിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഡോക്ടറുടെ 7 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്ന് പല ഘട്ടങ്ങളായിട്ടാണ് പണം പോയത്. ആലപ്പുഴയിലെ തന്നെ വ്യാപാരിയുടെ കയ്യിൽ നിന്നും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ തട്ടിയെടുത്തത് 61 ലക്ഷം രൂപയാണ്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സ്ആപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത്. പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് 3 മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു. 50,000-ൽ തുടങ്ങി 7 കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു. പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. ഡോക്ടർക്ക് പുറമെ ചേർത്തലക്കാരനായ വ്യവസായിക്ക് 60 ലക്ഷമാണ് നഷ്ടമായത്. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത്. വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് ഉണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി. ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും 2 മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി. തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഈ കേസിൽ ആദിൽ മിലാജ്, നിബിൽ നിയാസ്, മുഹമ്മദ് റിസ്വാൻ, എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം. റിസ്വിനെടുത്ത അക്കൗണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത്. ഓരോ ട്രാൻസാക്ഷനും റിസ്വിന് ഇവർ പണം നൽകുമായിരുന്നു. പണം അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1 മണിക്കൂറിനാകുമ്പോൾ 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലായെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാം. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ 12 ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി, ഫൈസൽ, മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. ലോകത്ത് പടർന്നു പന്തലിച്ച് കിടക്കുന്നതാണ് മെക്സിക്കൻ ലഹരി മാഫിയ. അമേരിക്കയും സമീപ രാജ്യങ്ങളുമാണ് ഇവരുടെ വിപണി. മെക്സിക്കൻ ലഹരി സംഘത്തിന് കേരളത്തിൽ എന്താണ് കാര്യമെന്നല്ലേ? നെടുമ്പാശ്ശേരിയിലെ മയക്കുമരുന്ന് വേട്ടയുടെ അന്വേഷണം നീങ്ങുന്നത് മെക്സിക്കോയിലേക്കാണ്. എത്യോപ്യൻ പൗരത്വമുള്ള 2 അംഗ സംഘത്തിൽ നിന്നും 30 കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ചെടുത്ത കേസിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമെന്നും പ്രതികൾ കൊച്ചിയിലെത്തിയത് ബിസിനസ് വിസയിലെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ടുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചും DRAയുടെ അന്വേഷണമുണ്ട്. എത്യോപ്യയിൽ നിന്നും ദോഹ വഴിയാണ് ദമ്പതികൾ മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചത്. പിടിയിലായ പ്രതി ഒമാറിൽ നിന്നും 1.945 ഗ്രാം കൊക്കൈൻ അടങ്ങിയ 100 ക്യാപ്സൂളുകൾ കണ്ടെടുത്തു. ഇത് ഏകദേശം 19 കോടി രൂപ വില വരും. ഒരാഴ്ച കൊണ്ടാണ് ഒമാറിന്റെ ശരീരത്തിൽ നിന്നും കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തത്. ഇയാളെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ശരീരത്തിലെത്തിയാൽ ദഹിച്ചു പോകാത്ത രീതിയിൽ ടേപ്പിൽ പൊതിഞ്ഞ രീതിയിലാണ് ലഹരിമരുന്ന് കൊണ്ടുവന്നത്. അതേസമയം വെറോണിക്കയുടെ വയറ്റിൽ നിന്നും 92 ക്യാപ്സൂളുകൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം 1.8 കിലോ ഉണ്ടാകും. ബാക്കിയുള്ളവ കൂടി പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇവരിപ്പോഴും അങ്കമാലി
അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 കിലോ കൊക്കെയിൻ വീതമാണ് ഇരുവരും വിഴുങ്ങിയത്. 16-ന് എത്യോപ്യയിൽ നിന്നും ഒമാൻ ദോഹ വഴി കൊച്ചിയിലേക്ക് എത്തിയ വിമാനത്തിലാണ് ഇരുവരും എത്തിയത്. ബിസിനസ് വിസയിലായിരുന്നു വരവ്. രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് DRI നടത്തിയ പരിശോധനയിലാണ് ചെറിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഇരുവരെയും കണ്ടെത്തിയത്. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള ഏതാനും മലയാളികളെ കേന്ദ്രീകരിച്ചും DRI അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ പാവപ്പെട്ടവരായ വ്യക്തികളുടെ ദാരിദ്ര്യാവസ്ഥ മുതലെടുത്താണ് അവയവ കച്ചവട മാഫിയ തട്ടിപ്പുകൾ നടത്തുന്നത്. എന്നാൽ ഇറാൻ അവയവക്കടത്ത് കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വൃക്ക നൽകിയവരിൽ MTech ബിരുദധാരി ഉൾപ്പെടെയുള്ള അഭ്യസ്ത വിദ്യരുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക പരാധീനതകൾ മൂലമാണ് വൃക്ക നൽകിയതെന്നാണ് 4 പേരുടെയും മൊഴി. കേസിലെ മുഖ്യപ്രതി ഇറാനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മധു ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവരെ ഇറാനിലേക്ക് കൊണ്ടുപോയത്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരും ഓൺലൈൻ ഗെയിം കളിച്ച് പണം പോയ യുവാക്കളുമാണ് അവയവ മാഫിയയുടെ കെണിയിൽ വീണത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണരായ വ്യക്തികളാണ് അവയവം നൽകിയത് എന്നായിരുന്നു കേസിൽ പിടിയിലായ സംഘം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ ദാതാക്കളെ കണ്ടെത്തിയതോടെയാണ് സാമ്പത്തിക ബാധ്യതയുള്ള അഭ്യസ്ത വിദ്യരും ഉൾപ്പെട്ടതായി വ്യക്തമായത്. 20 ലക്ഷം രൂപ വരെ ഇവർ വൃക്ക നൽകുന്നതിനായി സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരമാവധി 6 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് കിട്ടിയത്. അന്വേഷണ സംഘം ഇതുവരെ 4 ആന്ധ്ര സ്വദേശികളുടെ മൊഴിയെടുത്തു. ഇവരുടെ ഫോൺ, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക പരാധീനത മൂലമാണ് വൃക്ക നൽകിയതെന്നാണ് 4 പേരുടെയും മൊഴി. ദാതാക്കളിൽ കൂടുതൽ പേരും ഹൈദരാബാദ് സ്വദേശികളാണെന്നും വ്യക്തമായി. കഴിഞ്ഞ 1.5 വർഷത്തിനിടെയാണ് ഇവർ ഇറാനിലെത്തി വൃക്ക നൽകിയതെന്നും കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതി ഇറാനിൽ ഒളിവിൽ കഴിയുന്ന മധു ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവരെ ഇറാനിലേക്ക് കൊണ്ടുപോയത്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരും ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട യുവാക്കളും ദാതാക്കളായുണ്ട്. തൃശൂർ സ്വദേശി സാബിത്തും കൊച്ചി സ്വദേശി സജിത്തും പിടിയിലായതോടെയാണ് മറ്റു പ്രതികളുടെ നിർദ്ദേശപ്രകാരം ഇവർ നാട്ടിൽ നിന്ന് മാറി നിന്നത്. സ്വീകർത്താക്കളിൽ കൂടുതൽ പേരും ജമ്മു കശ്മീർ, ഡൽഹി സ്വദേശികളാണെന്നും വ്യക്തമായി. മധുവും സംഘവും കേസ് വിവരങ്ങൾ അറിയിച്ചതിനാൽ ഇവരിൽ പലരും ഒളിവിലാണ്. പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തി കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് കോട്ടയം വൈക്കത്ത് ഒരു ബോട്ട് ഉടമയെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസാണ്. വിനോദസഞ്ചാരികളുമായി വേമ്പനാട്ട് കായലിലൂടെ ചുറ്റുന്ന സ്പീഡ് ബോട്ടുകാരനായ അരവിന്ദനാണ് ആക്രമണത്തിന് ഇരയായത്. മറ്റൊരു സ്പീഡ് ബോട്ട് ഉടമയും സംഘങ്ങളും ചേർന്ന് മർദ്ദിച്ച അരവിന്ദൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബോട്ടുകൾ തമ്മിൽ ഇടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമായിരുന്നു ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വൈക്കം തണ്ണീർമുക്കം ബണ്ടിലെ വെച്ചൂർ പഞ്ചായത്ത് പരിധിയിലുള്ള മൺചിറയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. രാവിലെ അരവിന്ദിന്റെ സ്പീഡ് ബോട്ടിൽ മറ്റൊരു സ്പീഡ് ബോട്ട് ഉടമയായ തണ്ണീർമുക്കം സ്വദേശി രമേശൻ സ്പീഡ് ബോട്ട് കൊണ്ടുവന്ന് ഇടിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച വാക്കുതർക്കമുണ്ടായതിന്റെ തുടർച്ചയായാണ് ആക്രമണമുണ്ടായതെന്ന് അരവിന്ദൻ പറയുന്നു. അരവിന്ദിന്റെ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്ന പുത്തനങ്ങാടി സ്വദേശികളുമായാണ് 8 അംഗ അക്രമി സംഘം ആദ്യം സംഘർഷമുണ്ടായത്. പിന്നീട് രമേശൻ അക്രമി സംഘത്തിന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തതിനെ തുടർന്ന് അരവിന്ദനെ മർദ്ദിച്ച് കായലിൽ വീഴ്ത്തി. വെള്ളത്തിൽ മുങ്ങിപ്പോയ അരവിന്ദൻ രമേശിന്റെ സ്പീഡ് ബോട്ടിൽ പിടിച്ച് കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ രമേശനും മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിൽ അരവിന്ദന്റെ വാരിയലിന് പൊട്ടലുണ്ടാകുകയും 4 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു.
വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അരവിന്ദനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രമേശൻ എന്നുള്ള സ്പീഡ് ബോട്ടുകാർ മദ്യപിച്ചുകൊണ്ട് എൻ്റെ ബോട്ടിൽ ഇരിപ്പിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്ത് രാവിലെ. ഞാനത് വലിയ കാര്യമാക്കിയില്ല. വീണ്ടും ബോട്ട് ട്രിപ്പിൽ വന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ പുറത്ത് ആൾക്കാർ അവരുടെ കേരളത്തിൽ വന്നു. പക്ഷേ അവരാദ്യം ടൂറിസ്റ്റുകളായിട്ടാണ് വഴക്കുണ്ടാക്കി, ആളറിയാൻ പാടില്ല. അത് കഴിഞ്ഞപ്പോൾ അത് രമേശൻ പറയും ഇന്ന ആളറിയാൻ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞ് അറിയാൻ കിട്ടുമ്പോൾ വരെ എന്നെ ആക്രമിക്കുകയും ചെയ്തു. വെള്ളത്തിൽ മുക്കി പിടിക്കുകയും 4 പല്ലി അടിച്ച് നട്ടലിന് അടിക്കുന്നുണ്ട്. അക്രമികളിൽ നിന്നും രക്ഷ തേടി വീട്ടിലേക്ക് പോയെങ്കിലും വീടിന് സമീപത്തെത്തിയപ്പോൾ രമേശന്റെ കൂട്ടാളിയായ സന്തോഷം മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നു. പരിസരവാസികൾ ഓടിയെത്തിയാണ് അരവിന്ദനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. സ്പീഡ് ബോട്ട് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തെ ചൊല്ലി രമേശനുമായി സംഘർഷമുണ്ടായതിന്റെ പേരിൽ നേരത്തെ മുഹമ്മ പോലീസിൽ കേസുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യവും രമേശനുണ്ടെന്ന് അരവിന്ദൻ പറഞ്ഞു. സംഭവത്തിൽ വൈക്കം പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോലീസിന്റെ അന്വേഷണ മികവ് എടുത്തു പറയണം. പ്രതിയെ പിടികൂടിയത് മുതൽ തെളിവുകൾ കണ്ടെത്തിയതുവരെയും അതിവിദഗ്ധമായിട്ടായിരുന്നു. സംഭവം നടന്ന് 39-ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതിയിലാണ് പോലീസ് 300 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടിയെ പീഡിപ്പിച്ച കുടക് സ്വദേശി സലീം 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ച ഇയാളുടെ സഹോദരി സുബൈബ 2-ാം പ്രതിയുമാണ്. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചത്. കുടക് സ്വദേശി PA സലീം എന്ന സൽമാൻ 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ 2-ാം പ്രതിയുമാണ്. 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1-ൽ കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. സംഭവം നടന്നതിന് ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ, മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി 67 സാക്ഷികളാണുള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയ പോലീസ് അതിവേഗം തന്നെ കുറ്റപത്രവും സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് തെളിയിക്കുന്നു. മെയ് 15 പുലർച്ചെ 3 മണിക്ക് മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഒളിവിൽ പോയ പ്രതിയെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ തോക്കടക്കമുള്ള ആയുധങ്ങളുമായി കൊട്ടേഷൻ സംഘം പിടിയിലായ കേസിലേക്കാണിനി. സംഭവത്തിൽ മുഖ്യ സൂത്രധാരനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. താനൂർ സ്വദേശി കളത്തിങ്ങൽ തഫ്സീറിനെയാണ് കോട്ടക്കലിൽ തെളിവെടുപ്പിനെത്തിച്ചത്. കേസിൽ 12 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. കൂടുതൽ പ്രതികളും മട്ടാഞ്ചേരി സ്വദേശികളാണ്. താനൂർ സ്വദേശിയും കാട്ടിലങ്ങാടിയിൽ താമസക്കാരനുമായ കളത്തിങ്ങൽ തഫ്സീറുമായാണ് പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ K ഹരീഷിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കൊട്ടേഷൻ സംഘം താമസിച്ചിരുന്ന ചങ്കുവെട്ടിയിലെ റെസിഡൻസിയിലായിരുന്നു തെളിവെടുപ്പ്. 16ഓളം പേർക്ക് താമസിക്കാനായി 2 മുറികളാണ് എടുത്തിരുന്നത്. തഫ്സീറാണ് മുറിയെടുത്തതെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു. ഇവർ വന്നതിനു ശേഷമുള്ള നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിൽ കഴിഞ്ഞ മാസമാണ് വാഹനത്തിലെത്തിയ 5-അംഗ സംഘത്തെ നാട്ടുകാർ തടഞ്ഞത്. 2 പേർ അന്നു തന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു.
കാറിൽ രക്ഷപ്പെട്ട തഫ്സീറിനെ പിന്നീട് കൊണ്ടോട്ടിയിൽ നിന്നാണ് പിടികൂടിയത്. രക്ഷപ്പെട്ട മറ്റൊരാളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. അഞ്ചാമൻ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. കേസിൽ 12ഓളം പേർ ഇനിയും പിടിയിലാകാനുണ്ട്. കൂടുതൽ പ്രതികളും മട്ടാഞ്ചേരി സ്വദേശികളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കള്ളനോട്ട് സംഘങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ കള്ളനോട്ട് വിതരണ സംഘത്തിലെ 4 പേർ പിടിയിലായി. മണ്ണാർക്കാട് സ്വദേശിയായ യുവതി ഉൾപ്പെടുന്ന സംഘമാണ് പിടിയിലായത്. നരിക്കുനിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നൽകിയ 500-ന്റെ നോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. മുഖ്യപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറിജിനൽ നോട്ടിനൊപ്പം വ്യാജ നോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത്. കൊടുവള്ളി, കത്തറമ്മൽ, വലിയപറമ്പ്, മാട്ടുലായിമ്മൽ മുർഷിദ്, ആവിലോറ, കരണിക്കല്ല് മുഹമ്മദ് ഷഫീഖ്, താമരശ്ശേരി അമ്പയംകുന്നുമ്മൽ മുഹമ്മദ് ഇയാസ്, മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന എന്നിവരെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഈ മാസം 20-ന് നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിലെത്തിയ ഹുസ്ന 15,000 രൂപ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കെ യാസിർ ഹുസൈൻ എന്നയാളുടെ അക്കൗണ്ട് വിവരങ്ങളാണ് നൽകിയത്. 500-ന്റെ 30 നോട്ടുകളാണ് നൽകിയിരുന്നത്. അടുത്ത ദിവസം പണം ഡെപ്പോസിറ്റ് മെഷീനിൽ ഇട്ടപ്പോഴാണ് 14 നോട്ടുകൾ വ്യാജമാണെന്ന് മനസ്സിലായത്. നേരത്തെ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ 7,000 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തു. വ്യാജ നോട്ടുകൾ തിരിച്ചു വാങ്ങാനായി 2 വിദ്യാർത്ഥികളാണ് ശനിയാഴ്ച എത്തിയത്. ഇതോടെ സംശയം തോന്നിയ കടയുടമ മുഹമ്മദ് റയീസ് വിവരം കൊടുവള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിൽ കള്ളനോട്ട് വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ഇതേ യുവതി അടുത്തിടെ താമരശ്ശേരിയിൽ സ്ഥാപനത്തിലെത്തി ഇത്തരത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യുകയും ഈ പണം ബാങ്കിലെത്തിച്ചപ്പോൾ കള്ളനോട്ടുകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിയിച്ചപ്പോൾ അന്നും പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയായിരുന്നു. കൂടരഞ്ഞി സ്വദേശി അമൽ സത്യനാണ് സംഘത്തലവനെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാളെ പിടികൂടുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. ന്യൂസ് 18 താമരശ്ശേരി. കൊച്ചി മാടവനയിൽ അപകടത്തിൽപ്പെട്ട കല്ലട ബസ് പരിശോധിച്ച MVD കണ്ടെത്തിയത് അടിമുടി നിയമലംഘനം. ബസിന്റെ വേഗപ്പൂട്ട് വിച്ഛേദിച്ച നിലയിലായിരുന്നുവെന്നും ഇതിനൊപ്പം ബസിന് പിന്നിലെ ഇടതുവശത്തെ ടയർ മോശമായിരുന്നുവെന്നും കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ബസ് അമിത വേഗതയിൽ ആയിരുന്നുവെന്നും പരിശോധന നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വ്യക്തമാക്കി. ഞായറാഴ്ചയാണ് കൊച്ചി മാടവനയിൽ ദേശീയപാതയിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. നിയന്ത്രണം വിട്ട ബസ് തെന്നിമറിഞ്ഞ് മുകളിലേക്ക് വീണാണ് ബൈക്ക് യാത്രക്കാരനായ ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ മരിച്ചത്. സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ബസ് മറിയാൻ കാരണം. ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ് മാടവന സിഗ്നലിലെത്തിയപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ തെന്നിമാറി മറിയുകയായിരുന്നു. തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ മനോജിന്റെ നേതൃത്വത്തിൽ 10ഓളം ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കല്ലട ബസ്സിൽ ഗുരുതര പിഴവുകൾ കണ്ടെത്തിയത്. പരമാവധി വേഗതയിൽ പോകാനായി ബസിന്റെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നു. കൂടാതെ 6 സീറ്റുകൾ കൂടുതലായി ബസ്സിൽ പിടിപ്പിച്ചിരുന്നു. ബസിന്റെ പിൻഭാഗത്തെ ടയറുകളിൽ ഒന്നിന് തേയ്മാനം ഉണ്ടായിരുന്നതായും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വ്യക്തമാക്കി. 6 സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. കൂടാതെ ഹാലജൻ ലാമ്പുകൾ, നീല ഹാലജൻ ലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും. അതുപോലെ തന്നെ ഇടതുവശത്തെ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു.
അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ് മിന്നൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തൃക്കരിപ്പൂർ കാവിലാട്ടെ അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. അതേസമയം പടന്നക്കാട് മാല കവർന്ന പ്രതിയെ അതിവിദഗ്ധമായി ഹോസ്ദുർഗ് പോലീസ് പിടികൂടി. 43 കിലോമീറ്റർ ദൂരത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കേസിൽ നിർണായകമായത് സ്വകാര്യ ബസ്സിലെ ക്യാമറ ദൃശ്യമാണ്. പ്രതി മുംബൈയിൽ കള്ളനോട്ട് കേസിൽ 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. കാസർഗോഡ് തൃക്കരിപ്പൂർ കാവിലാട്ടെ VP അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തുകടന്നത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. 3 കിടപ്പുമുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. എന്നാൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടമായിട്ടില്ല. നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് 3.5 പവൻ സ്വർണമാണ് നഷ്ടമായത്. ചന്നേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പടന്നക്കാട് നിന്നും വീട്ടമ്മയുടെ മാല പിടിച്ചുപറിച്ച് രക്ഷപ്പെട്ട പ്രതിയെയാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതിയെ കുടുക്കിയത്. നെല്ലിക്കട്ട ചെന്നടുക്കയിലെ CM ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 15-ന് ആയുർവേദ ആശുപത്രി റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണമാല കറുത്ത കോട്ട് ധരിച്ച് ബൈക്കിലെത്തിയ പ്രതി കവരുകയായിരുന്നു. അജാനൂർ ഇട്ടമല്ലിലെ സരോജിനിയുടെ 3.5 പവൻ ആഭരണമാണ് തട്ടിയെടുത്തത്. പ്രതി മാല പൊട്ടിച്ചെന്ന വിവരം മാത്രമാണ് തുടക്കത്തിൽ പോലീസിന് ലഭിച്ചത്. പ്രതി സഞ്ചരിച്ച 43 കിലോമീറ്റർ ദൂരത്തിലെ CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും തെളിവ് ലഭിച്ചില്ല. അതിനിടെ സ്വകാര്യ ബസ്സിനെ മറികടന്നു പോകുന്ന കോട്ട് ധരിച്ച മോഷ്ടാവിന്റെ ദൃശ്യം കാണാനിടയായത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. സ്വകാര്യ ബസ്സിലെ CCTV ക്യാമറ പരിശോധിച്ചതോടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രം ലഭിച്ചു. ബദിയടുക്കയിലെത്തിയ പ്രതി ഇവിടെ കടയിൽ കയറി സാധനം വാങ്ങുന്ന സമയം കോട്ടും ഹെൽമറ്റും ഊരിവെച്ചിരുന്നു. ഇവിടെയുള്ള CCTVയിൽ നിന്നാണ് മുഖം തിരിച്ചറിഞ്ഞത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മുംബൈയിൽ കള്ളനോട്ട് കേസിൽ പിടിയിലായിട്ടുള്ള പ്രതി 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് കോഴിക്കോട് കൊടുവള്ളിയിലേക്കാണ്. കൊടുവള്ളിയിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. കിഴക്കോത്ത് കച്ചേരിമുക്കിലെ ആളില്ലാത്ത വീട്ടിൽ നിന്ന് 35 പവനോളം സ്വർണം അപഹരിച്ചു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കൊടുവള്ളി കിഴക്കോത്ത് കച്ചേരിമുക്ക് താളിയിൽ മുസ്തഫയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പ്രവാസിയായ മുസ്തഫയുടെ ഭാര്യയും മകളും ശനിയാഴ്ച സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. മുസ്തഫയുടെ മാതാവ് ഇവിടെ എത്തിയപ്പോൾ അടുക്കളവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു. വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്തും അടുക്കളവാതിലിന്റെ പൂട്ട് പൊളിച്ചുമാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനോളം സ്വർണം അപഹരിക്കപ്പെട്ടു. സ്വർണം സൂക്ഷിച്ച അലമാരയിലെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചുവാരിയിട്ട നിലയിലാണ്. സ്വർണം സൂക്ഷിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് മോഷണം നടന്നതെന്നാണ് സൂചന. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മണം പിടിച്ച പോലീസ് നായ 2 തവണയും ഓരോ ദിശയിലാണ് സഞ്ചരിച്ചത്. ഊടുവഴിയിലൂടെ റോഡിലെത്തിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്നാണ് സൂചന. കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നവരുടെ എണ്ണവുമേറെയാണ്. കോഴിക്കോട് നാദാപുരത്ത് കഴിഞ്ഞ രാത്രിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കിയത്. കക്കം വെള്ളിയിലെ ക്വാർട്ടേഴ്സിൽ മദ്യപിക്കുന്നതിനിടെ
സുഹൃത്തുക്കളുമായി ഏറ്റുമുട്ടിയ യുവാവിന് ഗ്ലാസിൽ ചവിട്ടി ഗുരുതര പരിക്കേറ്റു. വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും യുവാവ് അടങ്ങിയില്ല. ആദ്യം നാദാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പോലീസും നാട്ടുകാരും ഏറെ പണിപ്പെട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതര സംസ്ഥാനക്കാരായ ക്രിമിനലുകളുടെ താവളമാവുകയാണോ കേരളം എന്ന സംശയമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ബലപ്പെടുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.